പോക്കുകളും. അപ്പോൾ വേറെ ചില കുട്ടികൾ ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് വാല് കടന്ന് പിടിക്കുമ്പോഴേക്കും അവർ മറിഞ്ഞിട്ട് വീഴണു, വാനരന്മാർ മുകളിലേക്ക് പോകും. ഇങ്ങനെ പലതരത്തിലുള്ളതായിരിക്കുന്ന നേരം പോക്കുകളും ആയിക്കൊണ്ട് ഇങ്ങനെ ഓരോരുത്തരും ഓരോ കളിയും കളിച്ചുകൊണ്ട് അതിൻ്റെ കോശങ്ങൾ അങ്ങനെ മുഴക്കണു. എല്ലാവരും ഈ കാളിയ മർദ്ദനത്തിൽ അങ്ങനെ ആനന്ദിച്ചുകൊണ്ട് നൃത്തം വയ്ക്കുക. പക്ഷേ കാളിയനത്ര രസമായില്ല കേട്ടോ. ഓരോ ചവിട്ടാനെ കൊള്ളുമ്പോഴേ ഒരു 10,000 ടൺ ഭാരം തൻ്റെ തലയിലങ്ങനെ ഇടിക്കുന്ന പ്രതീതിയാണ് കാളിയൻ അനുഭവപ്പെടുന്നത്. എന്തിനധികം അവസാനം എല്ലാ ശക്തിയും അഹങ്കാരമാകുന്ന പത്തികൾ മുഴുവൻ കാണും. കാളിയൻ്റെ അവിടെ കാളിയ ഭക്തിമാരൊക്കെ വന്നു. അറിവില്ലായ്മ കൊണ്ട് അദ്ദേഹം എന്തോ പറഞ്ഞു എന്ന് വിചാരിച്ച് നമുക്ക് കഴിവുണ്ടല്ലോ. ദ്വാരക എന്നുള്ളതായിരിക്കുന്ന പട്ടണം അങ്ങോട്ട് നിർമ്മിക്കുക. ഭരണഭഗവാനോട് പറഞ്ഞ് ആ പട്ടണം ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണം. വെള്ളത്തിനടിയിൽ താണ് കിടന്നതായിരുന്നു. അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമാക്കി തീർക്കണം. അത് വളരെ ദുർലഭമാണ്. ഭാഗവതത്തിന് അതാണ് പ്രത്യേകത. ശ്രീധരീയത്തിൻ്റെ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവിടുന്ന് പുറത്തേക്ക് കിടന്നപ്പോഴാണ് ജരാസന്ധൻ 18ാമത്തെ യുദ്ധത്തിന് വരുന്നത്. അദ്ദേഹത്തിന് ഒരിക്കലെങ്കിലും വിജയം കൊടുക്കണ്ടേ. അങ്ങനെ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ